തിരുവനന്തപുരം വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് രോഗി മരിച്ചെന്ന ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. BJP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. അതേസമയം വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടിയെന്നാണ് സ്ഥലം MLA IB സതീശന്റെ പ്രതികരണം. വിളപ്പിൽശാല സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നിഷേധിച്ചെന്ന പരാതിക്ക് പിന്നാലെ നിർണായക CCTV ദൃശ്യങ്ങളും പുറത്തുവന്നതോടെയാണ് പ്രതിഷേധം ശക്തമായത്. BJP യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. പോലീസും പ്രവർത്തകരുമായുള്ള സംഘർഷത്തിൽ കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർക്ക് പരിക്കേറ്റു. സമാധാനപരമായി നടത്തിയ പ്രതിഷേധമാണ്. പോലീസ് ഈ പ്രതിഷേധത്തെ കയ്യൂക്കൊണ്ട് നേരിടാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ സമരത്തിൽ നിന്ന് യുവമോർച്ച ഒട്ടും പിന്നോട്ട് പോവില്ല. ഇത് എത്ര ജീവൻ പോയാലും ഈ സമരത്തിൽ മുന്നോട്ട് പോവില്ല. പരിക്കേറ്റ യുവമോർച്ച പ്രവർത്തകനെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കയറ്റാൻ പോലീസ് തയ്യാറായില്ലെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. സമരത്തിൽ പങ്കെടുത്ത യുവമോർച്ചയുടെ പ്രവർത്തകർ, അതിന് സംസ്ഥാന സെക്രട്ടറി അഖിൽ, അതിനെ ക്രൂരമായി പോലീസ് മർദ്ദിച്ചു. എന്നെ ആശുപത്രി ഇവിടെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ പോലീസ് പറഞ്ഞു ആശുപത്രി പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല. അതേസമയം ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് കാട്ടാക്കട MLA IB സതീഷ്. കർശനമായ നടപടി ഉണ്ടാകും. കാരണം ഇത് ഇനി ഒരിക്കലും ഇത്തരം വീഴ്ചകൾ സംഭവിക്കാതിരിക്കുന്ന തരത്തിലുള്ള നടപടിയായിരിക്കും ഉണ്ടാവുക. ഈ മാസം 19-നാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് കൊല്ലംകോണം സ്വദേശി ബിസ്മിറിനെ ആശുപത്രിയിലെത്തിക്കുന്നത്. അധികൃതർ ഗ്രില്ല് തുറന്നു നൽകാൻ തയ്യാറായില്ലെന്നും പ്രാഥമിക ചികിത്സ നൽകിയില്ലെന്നുമാണ് കുടുംബത്തിന്റെ പരാതി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.